ശ്ലോകം 5. വേറൊരു സ്ത്രീ ഇത്തിരി ദേഷ്യപ്പെട്ട് അടുത്ത് വന്ന് നിൽക്കണു. ദേഷ്യപ്പെട്ടിട്ടാ നിൽക്കണം. ഭഗവാൻ എന്താ അങ്ങനെ നോക്കണത്, തുറിച്ച് നോക്കണത് എന്ന് ഭഗവാൻ ചോദിക്കുന്ന ഘട്ടത്തിൽ അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും, വികരുണോവനെ സംവിഹായമാം. യാതൊരു കാരുണ്യമില്ലാത്തൊരു മനുഷ്യൻ, ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആ കാട്ടിൽ അങ്ങയെ ആശ്രയിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങ് ഏണുനാഥം മുഴക്കിയപ്പോഴാണ് ഞങ്ങൾ വന്നത്. എന്നിട്ട് ഞങ്ങളെ സംവിഹായ ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള ഞാൻ കാത്വാമിക സ്പർശയിൽ ആരാണ് അങ്ങയെ സ്പർശിക്കുക? എന്തുകൊണ്ട്? ഉപഗതോസി, എന്നെ ഉപേക്ഷിച്ചിട്ട് പോയ ആളാണ് അങ്ങ്. ത്വം ഉപഗതഹാസി. ആരൊക്കെ അങ്ങയെ ആശ്രയിച്ചു വന്നുവോ അവരെല്ലാം ഉപേക്ഷിച്ചു പോയ ആളാണ്. അതുകൊണ്ട് കാത്വാമിക സ്പർശയിൽ ഒരുത്തിയും അങ്ങയെ തൊടില്ല. ഞാനിതാ അങ്ങയെ തൊടാൻ പോകുന്നില്ല. ഇതി സരോഷയാ, എന്തെന്നില്ലാത്ത രോഷത്തോടുകൂടി, ദേഷ്യത്തോടുകൂടി, കണ്ണുകൾ തുറിപ്പിച്ച് പല്ലുകൾ ഇറുമ്മിക്കൊണ്ട് അവൾ നിൽക്കണു. ഭഗവാൻ ഒന്ന് നല്ലവണ്ണം അവളെ നോക്കി. ഏകയാ സജലലോചനം വീക്ഷിതോ ഭവൻ. അവിടെ മെല്ലെ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞ് കണ്ണുനീർ തൂവുകയാണ്, സങ്കടപ്പെട്ടുകൊണ്ട്. ഞാൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം ദേഷ്യത്തിൽ ഭഗവാനോട് സംസാരിച്ചു. എല്ലാവരെയും, ഞങ്ങളെയൊക്കെ അങ്ങയെ ആശ്രയിച്ചു വന്ന ഞങ്ങളെ ഉപേക്ഷിച്ച അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നില്ല. ആരാ അങ്ങയെ തൊടുക എന്ന് ചോദിച്ച അവൾ, എപ്പോൾ ഭഗവാൻ അവളുടെ മുഖത്തേക്ക് കാരുണ്യത്തോട് കരുണയോടുകൂടി നോക്കിയോ അവൾ നിന്ന് കരയുകയായിരുന്നു. സജലലോചനം വീക്ഷിതോ ഭവൻ. ആ കണ്ണു മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. കുടുകുട ധാരയായിട്ട് കണ്ണുനീരങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, ഓർമ്മ വേണം. പുരുഷന്മാർക്കുള്ള ഒരു ഉപദേശമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. എല്ലാ സ്ത്രീകൾക്കും ആ സ്നേഹം കാണിക്കാൻ സാധിച്ചു എന്ന് വരില്ല. ചിലരൊക്കെ ഓർത്ത് ദേഷ്യം അഭിനയിക്കും. അത് പുരുഷൻ മനസ്സിലാക്കണം. മനസ്സിലാക്കി അതാണ് ഭഗവാൻ കാണിച്ച്. അവളെയും ഭഗവാൻ അനുഗ്രഹിച്ചു. ഇങ്ങനെ ഓരോ ഗോപിയും ഭഗവാന്റെ അടുത്ത് വന്ന് ഓരോന്നും ചെയ്യുകയുണ്ടായി. ഭഗവാൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ശ്ലോകം 6. ഇതി മുദാകുലൈഹി. മുദാ സന്തോഷം കൊണ്ട് ആകുലകളായവർ, പരവശകളായി. സാധാരണ ദുഃഖം കൊണ്ടാണ് നമ്മൾ ആകുലരാകുക, ഇത് സന്തോഷം കൊണ്ട് ആകുലരായി. ഇതി മുദാകുലൈർ വല്ലഭീജനൈഹി. ആ ഗോപിമാരോടുകൂടി വരിൻ, എല്ലാവരും വരിൻ എന്ന് പറഞ്ഞാൽ വിളിച്ചു. സമമുപാഗതോ യാമുനേ തടേ. അങ്ങനെ യമുനാ നദിയുടെ കുറച്ച് മണർത്തിട്ടിലാണ് ഇവരിയ്ക്കുന്നത്. അവിടുന്ന് ആ കരയുടെ മറ്റേ വെള്ളത്തിൻ്റെ അടുത്തേക്കുള്ള ഭാഗത്തേക്ക് വന്നു. സമമുപാഗതോ യാമുനേ തടേ. ആ യമുനാ തടത്തിൽ എല്ലാവരെയും കൂട്ടി ഭഗവാൻ വന്നു. അവരോ എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി ഓരോ ഗോപിയും മൃദുകുജാംബരൈ. അവളുടെ സ്ഥലത്തിലുള്ള ആവരണം, അമ്പരം, വസ്ത്രം, അത് വളരെ സോഫ്റ്റ് അല്ലേ, മൃദുവായിട്ടുള്ളതാണ്. ആ മൃദുവായിട്ടുള്ളതായ വസ്ത്രത്തിനെ ഓരോ ഗോപിയും നിലത്ത് വിരിച്ചു. കൽപ്പിതാസനെ, അങ്ങനെ അവളാൽ കൽപ്പിക്കപ്പെട്ടതായ ആസനം, അവൾ ഉണ്ടാക്കിയതായ ആസനം. ആ ആസനത്തിൽ എങ്ങനെയുള്ളതാണ് ആസനം? ഗുസൃണഭാസുരേ, അവൾ പുരട്ടിയതായ കുങ്കുമം, ആ കുങ്കുമം അവിടെ മുഴുവൻ പരന്നിരിക്കുന്നു. പക്ഷെ അത് മനോഹരമായിരിക്കണം. ആ കുങ്കുമം കൊണ്ട് മനോഹരമായിരിക്കുന്ന
ആ കുചാംബരം അതിൽ ഭഗവാൻ ഇരിക്കുകയാണ്. പര്യശോഭത ഭഗവാൻ ഇരുന്നു. ഇത് ഇവിടെ വെച്ച് ഓരോ ഗോപിയും താനും കൃഷ്ണനും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. മറ്റുള്ളവരൊക്കെ അടുത്തടുത്തുണ്ട്. എല്ലാവർക്കും ഓരോ കൃഷ്ണൻ, ആരും അറിയുന്നില്ല. ഓരോ ഗോപിയുടെയും വിചാരം കൃഷ്ണൻ എൻ്റെ കൂടെ, കൃഷ്ണൻ എൻ്റെ കൂടെ എന്നുള്ളതായ ചിന്തയാണ്. അങ്ങനെ ചില ഗോപികൾ ഓരോ ഗോപിയും കൃഷ്ണനോട് ചോദിക്കുന്നതാണ് ഇവിടെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 7. കതിവിധാ കൃപ. ഭഗവാൻ അവരെ അല്പം പോലും ദയയില്ലാതെ ഉപേക്ഷിച്ചു പോയതല്ലേ. അപ്പം കൃപയില്ലാത്ത ആൾ, ദയയില്ലാത്ത ആൾ, ഇയാളെ ഒന്ന് പരീക്ഷിക്കണം എന്ന് തീർച്ചയാക്കി. അവർ ഭഗവാനോട് ചോദിക്കുകയാണ്, ഹേ ഭഗവാൻ, ഈ കൃപ എന്ന് പറയുന്നത് എത്ര തരത്തിലുണ്ട്? കതിവിധാ കൃപ. അവർ തന്നെ ഉത്തരം പറയാണ്, കേവി സർവതോ ധൃതയോദയാഹ. ചില ആൾക്കാർ എങ്ങനെയാണ്? എല്ലാവരിലും ദയവുള്ളവരാണ്. സ്നേഹിക്കുന്നവരിലും സ്നേഹിക്കാത്തവരിലും എല്ലാവരിലും ദയവുള്ളവരാണ് ചിലവർ. അതെ, എല്ലാവരിലും ദയവുള്ളവർ. എന്നാലോ ചിലവരോ കേചിത് ആശ്രിതേ. ആരവരെ ആശ്രയിച്ചു നിൽക്കുന്നുവോ അവരിൽ മാത്രം ദയവുള്ളവരാണ്, അവരെ മാത്രം അനുഗ്രഹിക്കുന്നവരാണ്. ഇനി ഒരു കൂട്ടരെ കൂടിയുണ്ട്, ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പറയണേ, കതിജിതീദൃശ മാതൃശേഷവി. എന്നെപ്പോലെ എല്ലാം ഇദ്ദേഹത്തിന് സമർപ്പിച്ചാണ്. ഞാൻ അവിടുന്ന് വീട്ടിൽ ഭർത്താവിനെയും മാതാപിതാക്കളെയും മക്കളെയും വീടും എല്ലാം ഉപേക്ഷിച്ച് ദീയത്തിൻ്റെ അടുത്ത് വന്നത്, ഇവനകത്ത് അടുത്തിലേക്ക് വന്ന്. അങ്ങനെയുള്ള മാതൃശേഷു എന്നെപ്പോലെയുള്ളവർ ഈ ദൃശ ഇയാളെ പോലുള്ള ആൾ എന്താ ചെയ്ത് ഉപേക്ഷിച്ച് പോയില്ലേ? അതാണ്, അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളും. ചില ആൾക്കാർ നല്ലവണ്ണം ആശ്രയിക്കുന്നവരെ പോലും അവരിൽ പോലും ദയയില്ലാത്തവരാണ്, ഇദ്ദേഹത്തിനെ പോലെയെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് ഭഗവാൻ അല്പം ദയയില്ലാത്ത ആളാണ്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരെയും ഉപേക്ഷിച്ച് അപ്രത്യക്ഷനായത് എന്ന് അവർ ഓരോരുത്തരും ഭഗവാനോട് പറയുന്നതായിട്ട് ഓരോ ഗോപിയും പറയുന്നതായിട്ടാണ്. അതാണ് മാതൃശേഷവി, എന്നെപ്പോലെയുള്ളവരിൽ എന്ന് പറയുന്നത്. എന്നെപ്പോലെ എല്ലാം സമർപ്പിച്ചവർ. വന്നവർ മുഴുവൻ അങ്ങനെയാണ്. വരുന്നവർ മുഴുവൻ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചവരാണ്. അങ്ങനെ എല്ലാം സമർപ്പിച്ച എന്നെപ്പോലും ഉപേക്ഷിച്ചിട്ടില്ലേ ഇദ്ദേഹം പോയത്? ഈ ദൃശ ഇതുപോലെയുള്ള ആൾക്കാർ. അങ്ങനെ 3 തരത്തിലുള്ളതായ ആൾക്കാരുണ്ട് എന്ന് അവർ തന്നെ മറുപടി പറയുകയാണ്. അവരുടെ ചോദ്യം എന്താണ്? കതിവിധ കൃപ. കൃപ എന്ന് പറയുന്നത് എത്ര തരത്തിലുണ്ട് അതാണ്. ഭഗവാൻ ഉത്തരം പറയാൻ നിൽക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു തരാം. കേവി സർവതോ ധൃതയോദയ. ചിലവർ എല്ലാവരിലും ദയുള്ളവരാണ്. ഉപകാരം ചെയ്യുന്നവരിലും ഉപദ്രവം ചെയ്യുന്നവരും എല്ലാവരിലും ദയുള്ളവരാണ്. കേചിത് ആശ്രിതേ. ചിലവർ തന്നെ ആശ്രയിച്ച് നിൽക്കുന്നവരിൽ മാത്രം ദയുള്ളവരാണ്. കതിജിത്. ചില ആൾക്കാരുണ്ടല്ലോ മാതൃശേഷുബി, എന്നെപ്പോലെയുള്ളവരിൽ ഈ ദൃശ ഇയാളെപ്പോലെ ഇത്യഭിഹിതോ ഭവൻ എന്ന് ആ ഭഗവാനോട് അവരോരോരുത്തരും പറഞ്ഞു. അതാണ്, ഓരോരുത്തരും പറഞ്ഞു. അഭിഹിതോ ഭവൻ വല്ലഭീജനൈഹി. ആ ഗോപിമാരാൽ, അതായത് ഭഗവാൻ മറഞ്ഞത് അവർക്ക് എന്തെന്നില്ലാത്ത സങ്കടത്തെ ഉണ്ടാക്കി. പക്ഷെ എന്തുകൊണ്ട് ഭഗവാൻ മറഞ്ഞു? ഭഗവാൻ അതിന് മറുപടി നൽകാൻ പോവുകയാണ്.